മറപ്പൂണ്ടോ കനലാഴങ്ങളിൽ വിറകൊണ്ടോ കാർമേഘച്ചുരുളിൻ മറപ്പൂണ്ടോ നിറദീപമാ നിണവീഥികളിൽ ഒളിയണയാതിനിയും നീണാൽ വാഴണം നിറദീപമായി നിണവീഥികളിൽ ഒളിയണയാതിനിയും നീണാൽ വാഴണം കനലാഴങ്ങളിൽ വിറകൊണ്ടോ കാർമേഘച്ചുരുളിൻ മറപ്പൂണ്ടോ. ഇന്നലെ കലിപ്പായ ടീം വരുന്നുണ്ട്. ഇന്ന് അവരോട് ചോദിച്ചിടേണ്ട കാര്യം പ്രശ്നമാവും. നിങ്ങളൊന്ന് വെറുതെ ഏരി കൂടെ നിന്നാ മതി. ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒന്ന് പേടിപ്പിച്ചു വിടാം. എടാ നീ എന്തിനാ വീണയ്ക്ക് മിഠായി കൊടുത്തേ? അതല്ലേ ഇപ്പൊ പ്രശ്നമായത്. മക്കള് വെക്കോ ഈറ്റപ്പുലി നോറ്റു കിടക്കും ഈറൻ കണ്ണു തുറന്നരും പുരികം പാതി വളച്ചും നീറായി വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു ബന്ധം കുത്തി നിൽപ്പൂ കാട്ടാളൻ. ഇങ്ങോട്ട് വാടാ, നിന്നെയൊക്കെ തന്നെടാ ഞാൻ നോക്കിയിരുന്ന്. എന്തോന്നടാ മുട്ടായി എന്ന് പറയുന്നത്? എനിക്കതൊന്നും അറിയില്ല. അതെവിടെന്നാടാ കിട്ടുന്നേ? എനിക്കറിയില്ല. പറയടാ. അറിയില്ല സാർ, അറിയില്ല. മുട്ടായി ഉണ്ടോ? ആ മുട്ടായല്ല, എരിവെള്ള മുട്ടായി. സാറേ സാധനം കിട്ടി. പിടിച്ച് കേറ്റിടവനെ. നീ അവിടെ നിന്നേ. എന്താ നീ എന്തിനാ പരിങ്ങുന്നത്? ഒന്നുമില്ല. നിനക്കെന്തോ പറ്റി? ഒന്നുമില്ല. നീ ആ ബാഗ് തന്നെ. ബാഗിലോ? ബാഗിലൊന്നുമില്ല അമ്മേ. താടാ. ബുക്കാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ ആ ബാഗ് താ. ഒന്നുമില്ല അമ്മേ. ഞാനൊന്ന് നോക്കട്ടെ. ബുക്കേ ഉള്ളൂ. എന്താടാ ഇത്? നിന്നോടാ ചോദിച്ച എന്താ ഇതെന്ന്? ഇതിനാണോടാ നീ കോളേജിൽ പോകുന്നത്? ഇതെന്റെ അല്ല അമ്മേ. എന്താടാ ഇത്? എന്താ ഇത്? എന്നതാ ഇതെന്ന് പറയടാ. എന്താ ഇത്? കഞ്ചാവോ? പറയടാ. എന്നെ തൊട്ടുപോകരുത്. പറയടാ, പറയടാ. എന്താ ഇതെന്ന് പറ നീ. എന്താടാ ഇത്? എന്നെ തൊട്ടുപോകരുത്. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എന്താടി? എന്ത് പറ്റി? കഥ തുറക്കടാ. എന്താടാ? എന്തോ എനിക്ക് പോണം. നീ എവിടെ പോകുന്നു? എവിടെടാ പോകുന്നത്? നീ എവിടെ പോകുന്നു? എന്നെ വിട്, എനിക്ക് പോണം. എവിടെ? എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. വിട്. പോകരുത്. എവിടെ പോകുന്നു? നിക്കടാ.
സമാധാനിക്കും. ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ നോക്കാം. ആശിച്ചു ഞാൻ അലഞ്ഞേറെ ഞാൻ നിറമാർന്ന ജീവിതം തേടി ഹരിതാഭയേറെ അക്കരെ കോണിൽ അതു തേടി മനസ്സുറച്ചെന്നോ അകലെയെങ്ങോ അകലേക്കു പോയി എൻ പ്രിയരെല്ലാം പറന്നു പോയി. അകലെയെങ്ങോ അകലേക്കു പോയി എൻ പ്രിയരെല്ലാം പറന്നു പോയി. ഞാനേകനായി ഈ വഴി താരയിൽ തളർന്നൊരു പതികനെ പോലെ ഞാനേകനായി ഈ വഴി താരയിൽ തളർന്നൊരു പതികനെ പോലെ ആശിച്ചു ഞാൻ അലഞ്ഞേറെ ഞാൻ നിറമാർന്ന ജീവിതം തേടി. ആരാശ്രയം ഇനി വീതിയിൽ അരുതാത്ത പാഴ്ജന്മം പോലെ ആശിച്ചു ഞാൻ അലഞ്ഞേറെ ഞാൻ നിറമാർന്ന ജീവിതം തേടി ഹരിതാഭയേറെ അക്കരെ കോണിൽ അതു തേടി മനസ്സുറച്ചെന്നോ. എനിക്കൊരു സമാധാനമില്ല. അവൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിനി എന്ത് ചെയ്യും? അവൻ വരുവാൻ്റെ. നീ സമാധാനിക്കുക, പോലീസ് അന്വേഷിക്കുക, നമുക്ക് നമ്മുടെ രീതിയിൽ അന്വേഷിക്കാം. പ്രാർത്ഥന കൈവിടാതിരിക്കുക. സർവശക്തനായ ദൈവം എപ്പോഴും കൂടെയുണ്ട്. ശരി അച്ഛൻ. എന്നാൽ ശരി ആൻറ്റോ. അവനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ മോളെ? പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചേച്ചി. നീ സമാധാനിക്ക്, അവൻ വരും. അവനൊരു പാപമായിരുന്നു ചേച്ചി. അവനിങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നെന്നറിയില്ല. ഞങ്ങളെയൊക്കെ വിഷമപ്പെടുത്ത. നീ പ്രാർത്ഥിക്കും മോളെ. പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ഞാൻ പല പല നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട് ചേച്ചി. തെക്കൻ കുരിശുമല പോവാന്നു, തിരുസന്നിധിയിൽ മെഴുതിരി കത്തിച്ച് ഉള്ളുരുകി പ്രാർത്ഥിക്കാന്നൊക്കെ. എന്റെ പൊന്നുമോനൊന്ന് വന്നാ മതിയായിരുന്നു. നീ പോണം നിമ്മി. എന്തെല്ലാം അത്ഭുതങ്ങൾ വെക്കുന്ന സ്ഥലമാ. എനിക്ക് അനുഭവമുണ്ട്. ഉള്ളുകീറിയുള്ള നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. പിന്നെ ആരാ മോളെ? അച്ഛൻ എന്താ പറഞ്ഞത്? നമ്മളോട് കൂടെ അന്വേഷിക്കാൻ പറഞ്ഞു. കൂട്ടുകാരുടെ വീട്ടിലൊന്നും പോയിട്ടില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. അവനൊന്ന് വന്നെങ്കിലും മതിയായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി ഞാനാ. ഞാൻ അവനെ തല്ലാൻ പാടില്ലായിരുന്നു. മക്കൾക്ക് നേർവഴി കാട്ടേണ്ടത് മാതാപിതാക്കൾ നമ്മളല്ലേ.
നേരത്തെ അവന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇനി അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാവോ? അവൻ എന്തെങ്കിലും അപകടം പറ്റി കാണൂ? എന്റെ പൊന്നു മാതാവേ, എന്റെ മോനെ കാത്തോണേ. എന്റെ മോനെ എനിക്ക് കാണണം ചേട്ടാ. നിങ്ങളൊന്ന് പോയി അന്വേഷിക്കേ. ഞാൻ എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കാനാ? എന്നും പ്രാർത്ഥിക്കുന്ന ദൈവം കരുണ കാണിക്കാതിരിക്കില്ല. അവനെ നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മക്കളെ കുഞ്ഞിലത്തെ പോലെ വളരുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. അവന്റെ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയോ എന്നൊരു സംശയമുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് നേർച്ചകളുണ്ട്. അവിടെയൊക്കെ പോണം, പ്രാർത്ഥിക്കണം. പോകാം, അച്ഛനെ കൂടെ വിളിക്കാം. ഉടനെ തന്നെ പോകാം. കൂട്ടത്തിൽ അവനെ അന്വേഷിക്കാമോ? ഇത് നമ്മുടെ മാഷ്. ആ അതല്ലോ. മാഷേ, ഞങ്ങൾ മനസ്സിലായില്ലേ? മാഷേ, മാഷിന് നമ്മളെ മനസ്സിലായി. മാഷേ, ഒന്ന് നിക്ക് മാഷേ. മാഷേ, നിക്ക് മാഷേ. മാഷേ, മാഷെ ഞങ്ങളെ മനസ്സിലായോ? ഇപ്പൊ എവിടെയാണ്? ഞാനിപ്പോ ഇവിടെയാ. ഇവിടെ എന്റെ ലോകം. ചേട്ടാ, ഓഫീസിൽ പോയിട്ട് നേരത്തെ എത്തണേ. ആ, നിനക്ക് കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടിയ സ്ഥിതിക്ക് പപ്പയുടെ കാര്യം എങ്ങനെയാ? ആര് നോക്കും? നമുക്ക് കൂടെ കൂട്ടിയാലോ? ദേ മനുഷ്യ, ആവശ്യമില്ലാത്ത തീരുമാനം എടുക്കാൻ നിൽക്കല്ലേ. ഒന്നാമത് അങ്ങേർക്ക് ആളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല. ഒരു പാട്ടും കൂത്തും. അതിനെന്താ, നമ്മളെപ്പോഴും പപ്പയുടെ കൂടെ അല്ലല്ലോ ഉള്ളത്. നമ്മൾ ജോലിക്ക് പോവുകയല്ലേ. നിങ്ങക്ക് ഇഷ്ടാവൂന്ന് അറിയത്തില്ല. ഞാനൊരു ഐഡിയ പറയാം. ആ, പറ. ഇതിപ്പോ എല്ലായിടും നടക്കുന്നതല്ലേ. നമുക്ക് നമ്മുടെ സാഹചര്യം കൂടെ നോക്കണ്ടേ? നമുക്ക് പപ്പയെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ? നീ എന്തൊക്കെയായി പറയുന്നേ? പപ്പ സമ്മതിക്കുമോ? ആൾക്കാരറിഞ്ഞാൽ എന്ത് വിചാരിക്കും? അത് ശരിയാവില്ല. ഈ വീടിന് നമ്മൾ വാടക എത്ര കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ലീവിന് വരുമ്പോ നമുക്ക് പപ്പയെ പോയി കാണാമല്ലോ. മാത്രല്ല കൂടെ നിർത്തുകയും ചെയ്യാം. ഒന്ന് സമ്മതിക്കടോ? ഒന്നുമില്ല മോളെ. എന്താടാ മോനെ, നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? അത് പിന്നെ പപ്പ, എനിക്ക് എന്താടാ, പപ്പയെ ഓൾഡ് ഏജ് ഹോമിലാക്കുന്നതിനെ കുറിച്ച് ഓർത്താണോ? സാരമില്ലടാ, നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വാ മക്കളെ. ആ പിന്നെ പപ്പ മരിക്കുമ്പോ അമ്മയുടെ അടുത്ത് നടക്കം ചെയ്യണം കേട്ടോ. പപ്പ, ഞാനേകനായി ഈ വഴി താരയിൽ തളർന്നൊരു പതികനെ പോലെ, ഞാനേകനായി ഈ വഴി താരയിൽ തളർന്നൊരു പതികനെ പോലെ, ആശിച്ചു ഞാൻ അലഞ്ഞേറെ
നിറമാർന്ന ജീവിതം തേടി. കാരിരുമ്പാണി നെഞ്ചു പിളർക്കുന്നു, കാതരമിഴിയാൽ കരയുന്നു ഞാനും. കാരിരുമ്പാണി നെഞ്ചു പിളർക്കുന്നു, കാതരമിഴിയാൽ കരയുന്നു ഞാനും. ഈ ജീവിതത്തോണി മുങ്ങുമെന്നാകിലും മറുകരയെത്തുവാൻ വെമ്പിടുമ്പോൾ ആരാശ്രയം ഇനി വീതിയിൽ അരുതാത്ത പാഴ്ജന്മം പോലെ. ആരാശ്രയം ഇനി വീതിയിൽ അരുതാത്ത പാഴ്ജന്മം പോലെ. ആശിച്ചു ഞാൻ അലഞ്ഞേറെ ഞാൻ നിറമാർന്ന ജീവിതം തേടി. ഹരിതാഭയേറെ അക്കരെ കോണിൽ അതു തേടി മനസ്സുറച്ചെന്നു. അപ്പ ഞങ്ങൾ ഇറങ്ങിയാണ്. ഇങ്ങോട്ട് വരി. വിഷമിക്കാതെ മാഷേ, ഇതൊക്കെ അങ്ങ് ശീലമാവും. ഞങ്ങളും വന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പിന്നെ അങ്ങ് പൊരുത്തപ്പെട്ടു. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് മാഷേ. മക്കൾ ഉപേക്ഷിച്ചവരും, ഭാര്യ നഷ്ടപ്പെട്ടവരും, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച് പിന്നീടൊന്നും ഇല്ലാതായി തീർന്നവരും. മാഷേ, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും അങ്ങനെയല്ല രാമേട്ട. എൻ്റെ മക്കൾ പാവാ. എന്നെ നോക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. നോക്കും രണ്ടുപേർക്കും ജോലിയുണ്ട്. മക്കളെ താഴ്ത്തി പറയുന്നത് അവനിഷ്ടമില്ല. അവനിഷ്ടമില്ല. എനിക്ക് സൗന്ദര്യം കുറഞ്ഞത് കൊണ്ടാണ് മക്കൾ എന്നെ ഇവിടെ കൊണ്ടാക്കി. എൻ്റെ മോൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് 6 വർഷമായി മാഷേ. എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ എഴുതി കൊടുത്തു. അവരിപ്പോൾ അമേരിക്കയിലാണ്. ഇടയ്ക്ക് അച്ഛൻ്റെ ഫോൺ മേടിച്ച് വിളിച്ചു. അവർക്ക് എല്ലാവർക്കും തിരക്കാണെന്നാ പറഞ്ഞ മാഷേ. സത്യം പറയാലോ മാഷേ, മക്കളെയും വേറെ കുട്ടികളെയും കാണാൻ കൊതിയായി. എന്റെ കുഞ്ഞുങ്ങൾ വരുമായിരിക്കും. എന്നെ കൊണ്ടുപോവാൻ എന്റെ കുഞ്ഞുങ്ങൾ വരുമായിരിക്കും മാഷേ. എന്നാ ഞാൻ ഒന്ന് കിടക്കട്ടെ മാഷേ. മാഷേ, നമ്മുടെ രാമേട്ടൻ പോയി. എന്റെ കുഞ്ഞുങ്ങൾ വരുമായിരിക്കും. എന്നെ കൊണ്ടുപോവാൻ എന്റെ കുഞ്ഞുങ്ങൾ വരുമായിരിക്കും മാഷേ. എനിക്കവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇനിയുള്ള കാലം ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് ജീവിക്കണം, ഒരു തീർത്ഥാടകനായി.
അതങ്ങ് കഴിയണം. മനുഷ്യന്റെ മനസ്സും മസ്തിഷ്കവും മരവിച്ച് പോയാൽ എന്ത് ചെയ്യും? മാഷ് ഇങ്ങനെ ജീവിക്കേണ്ട ആളാണ്. ആൻഡ്രോയെ കണ്ടില്ലേ? എല്ലാ സൗഭാഗ്യം ഉണ്ടായിട്ടും മകനെ കുറിച്ച് ആകുലതപ്പെട്ടു. അവൻ അന്വേഷിച്ചിറങ്ങിയാണ് ഞങ്ങൾ. മാഷെ, ഞാൻ എന്റെ മകനെ തിരഞ്ഞിറങ്ങിയതാ. ഇതാണ് അവൻ. ഈ പയ്യൻ എനിക്കറിയാം. എവിടെ ഉണ്ട്? എവിടെ ഉണ്ട്? പറ മാഷെ, എവിടെ മാഷെ? എന്റെ മോൻ ഒന്ന് പറ മാഷെ. പറഞ്ഞേ മാഷേ, പറയ് മാഷെ. പറയണം മാഷേ. ഒന്ന് പറയ് മാഷെ. മാഷേ, വാ. എന്റെ കാശ് കള്ള, എന്റെ കാശ് എവിടാ? കള്ളൻ സാറേ, എന്റെ കാശ് കള്ളൻ. കാശാടാ. ഈ കാശ് എനിക്ക് വേണം. മിഠായി മേടിക്കാനാ. മിഠായി വാങ്ങാനാ? മിഠായി ഞാൻ തരാം. ഇതല്ല, ആ സ്കൂളിനടുത്തുള്ള ശേഖരേട്ടന്റെ കടയിലെ മിഠായിയാ. എടാ മക്കളെ, അതൊന്നും കഴിക്കല്ലേ. മയക്കുമരുന്നാ. നിന്റെ ജീവിതം തന്നെ നശിച്ചു പോകൂടാ. നിന്റെ വീട് എവിടെ മോനെ? അയാൾ കാശില്ലെങ്കിൽ മിഠായി തരില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ആദ്യമായിട്ട് ഞാൻ ഇനി ആവർത്തിക്കില്ല. പോലീസിന് കാണിച്ചു കൊടുക്കില്ല. ഇല്ല ഇല്ല ഇല്ല. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. ഇതൊന്നും ഇനി ആവർത്തിക്കരുത് കേട്ടോ. നീ എവിടെയാ താമസിക്കുന്നേ? ആ, പള്ളി സെമിത്തേരിയുടെ പുറകില. അച്ഛനമ്മ പറഞ്ഞ കേട്ട് മര്യാദയ്ക്ക് ജീവിക്കണം കേട്ടോ. ആ, നീ പൊക്കോ 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 പോടാ. പൊക്കോ. മോനെ, 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 എടാ മോനെ, മോനെ, നീ എവിടെയായിരുന്നു? മോനെ, മോനെ, എണീ. എടാ മോനെ, നിന്റെ അമ്മ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയാമോടാ നിനക്ക്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എവിടെയായിരുന്നടാ? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? എന്തിനാ നമ്മളിങ്ങനെ വിഷമിപ്പിച്ചത്? അറിയില്ല, എനിക്കറിയില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കും. അച്ഛനമ്മയും സങ്കടപ്പെടുത്താതിരിക്കുക. വേറെ എന്ത് സുഹൃത്തിനു വേണ്ടി ഈ രണ്ട് കാര്യങ്ങളും മറക്കാതിരിക്കുക. മറന്നാൽ
നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. നമുക്ക് ആദ്യം തെക്കൻ കുരിശുമലയിൽ പോണം. അവിടെ പോയി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഒരിക്കലും കൈവിടില്ല. പോവാം, വാ. അമ്മേ, വാ. എന്റെ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടു. നന്ദി. എന്റെ മോനെ തിരിച്ചു തന്നതിന് നന്ദി. ജീവൻ തന്നെ ഒരു തീർത്ഥാടനമാണ്. ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ തെക്കൻ കുരിശുമലയിൽ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഏവർക്കും അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാമാഷ്, ഇല്ല, നമുക്ക് പോകാം. ഞാനില്ല, നിങ്ങൾ വെക്കോ. വാ, പോകാം മാഷേ. അച്ഛൻ വെക്കോ, ഞാനില്ല. പപ്പ, ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാൻ എളുപ്പമാണ്, അതിനുശേഷമുള്ള ജീവിതം ദുരിതവും. പപ്പ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് വരണം. പപ്പ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് വരണം പപ്പ. എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടത്. നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തു നമുക്ക് രക്ഷകനെ തീർന്ന ദൈവപുത്രനോടാണ്. സകല ജനത്തിന്റെയും പ്രത്യാശ അവിടെ നിന്നാണ്. അത് കൈവിടാതിരിക്കുക. ഇതിന്റെ തീർത്ഥാടനം തുടരുകയാണ്. പ്രതീക്ഷകളുടെ ചിറകിലേറി ഇനിയും എന്നെപ്പോലെ എത്രയോ പേർ കനലാഴങ്ങളിൽ പ്രത്യാശാകിരണവുമായി ഞാനും